യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 3 ദിവസത്തിനുള്ളിൽ എങ്ങനെ പിമ്പിൾ പോകാമെന്നാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ പിമ്പിൾസ് പോകണമെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം, അതുപോലെ തന്നെ തക്കാളി നീരും, ജീരകം വറുത്തിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അത് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ട് നമ്മൾ ഇതാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടെ എൻ്റെ അമ്മേൻ്റെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന അമ്മയ്ക്ക് ഇപ്പോൾ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ പിമ്പിൾസ്, ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ പിമ്പിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ യൂഷ്വലി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മ പറയണത് കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഒരു ദിവസം അങ്ങനെ എൻ്റെ സാധാരണ നോർമൽ സ്കിന്നാണ്, അങ്ങനെ മുഖക്കുരൊന്നും വരാറില്ല. പക്ഷെ എന്തോ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ അലർജിയാണോ അതെന്താന്ന് എനിക്കറിയില്ല. അതല്ല കടിച്ചല്ല, മുഖക്കുരു തന്നെ. പിന്നെ ആ പ്രായത്തിൻ്റെ ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും ടീനേജിൻ്റെ ആ സമയത്ത് വരുമെന്ന് പറയാമല്ലോ. അതേപോലെ ഒരു ദിവസം നോക്കിയപ്പോൾ മുഖത്ത് ഇങ്ങനെ നിറച്ച് മുഖക്കുരു ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് കോളേജിൽ പോയപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തത് ഇങ്ങനെ മുഖക്കുരു എന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നെ ആകെ നാണക്കേടായി, മുഖം നിറച്ച് ഇങ്ങനെ മുഖക്കുരു. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, അതിനോട് ചോദിച്ചപ്പോൾ അത് എന്നോട് പറയും മോളെ എന്തെങ്ങനെ മുഖത്ത് നിറച്ചിങ്ങനെ മൂക്കുരു. എൻ്റെ മഞ്ഞളൊക്കെ ഇടാനാണ് പറഞ്ഞത്. മഞ്ഞൾ ഇട്ടിട്ടൊന്നും പോയില്ല. 2-3 ദിവസം ഇങ്ങനെ കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ടിട്ടും മൂക്കുരു ഒന്നും മാറിയില്ല. അപ്പോൾ ആ മുത്തശ്ശി എൻ്റെ മുഖം കണ്ടിട്ട് അതിന് വിഷമമായിട്ട് അതെന്നോട് പറഞ്ഞത് തന്ന് പേരയുടെ കൂമ്പ് തളിരെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് അതും പിന്നെ അതുപോലെ കസ്തൂരി മഞ്ഞളും കൂടി ഒരുമിച്ച് മിക്സിയിൽ അല്ലെങ്കിൽ അമ്മിയിലൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകണം. മുളകൊക്കെ ഇട്ട് അരച്ച അമ്മിയാണെങ്കിൽ അപ്പോൾ മുഖമൊക്കെ ഇങ്ങനെ നീറും. അപ്പോൾ നന്നായി കഴുകി ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചത്. മിക്സിയിലിട്ട് അരച്ച് അതിൽ കുറച്ച് പനിനീരും കൂടി മിക്സ് ചെയ്തിട്ട് ഏഴ് ദിവസം ഇതേപോലെ വെയിലത്ത് വെച്ചിട്ട് അത് മുഖത്ത് പറ്റിയിട്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ എഫക്റ്റീവ് ആവും എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കസ്തൂരി മഞ്ഞളും ഇതൊക്കെ ഇട്ട് കുറേ മാറാണ്ടായി. ഇപ്പം ഞാനിത് പരീക്ഷിച്ച് നോക്കി. അത് മുഖത്തിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇന്ന് വരെ വേരോടെ പൊയ്തെടുക്കണ പോലെ അതെൻ്റെ മുഖത്തുനിന്ന് പോയി. ഇന്ന് വരെ എൻ്റെ മുഖത്ത് പിന്നെ ഈ മുഖക്കുരു വന്നിട്ടില്ല. അത് നല്ല എഫക്റ്റീവാണ്. പക്ഷെ ഇവിടെ ദുബായിൽ ഇപ്പം അതൊന്നും പേരയുടെ ഇല കിട്ടാനും മഞ്ഞൾ കിട്ടാനും അരച്ച് വെയിലത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം ഇവള് തന്നെ സ്വയം കണ്ടെത്തിയൊരു അല്ല അമ്മ എനിക്ക് പണ്ടാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് എനിക്ക് പിമ്പിൾസ് ഉള്ള സമയത്ത് ഞാൻ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാനും എനിക്ക് അങ്ങനത്തെ ഇത് ചെയ്യാനൊന്നും എനിക്കിഷ്ടമില്ല. ഞാൻ പിന്നെ കുറെ പരീക്ഷണങ്ങൾ ചെയ്യണതിൻ്റെ ഒപ്പം അതും കൂടി പരീക്ഷിച്ചിട്ട് ഇനി കൊള്ളാവുണ്ടാവുക വെച്ചിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ജീരകവും പിന്നെ ഒരു തക്കാളിയും മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ വഴി എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതും ഫേസിൽ എങ്ങനെ ചെയ്യേണ്ടതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ജീരകം നേരിതായിട്ട് ചൂടാക്കിയിട്ട് അത് പൊടിച്ചിട്ട് അതിൽ കുറച്ച് തക്കാളി നീരും കൂടി മിക്സ് ചെയ്തിട്ട് പരട്ടി. അപ്പൊ അത് അവൾക്ക് നല്ല എഫക്റ്റീവ് ആവുണ്ടാവും. അതിപ്പോ ഓരോ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാ ജീരകം വേണ്ട, പെരിഞ്ജീരകം അല്ല. അപ്പൊ ആവശ്യത്തിന് നമ്മൾക്ക് വേണ്ടത് ഇത്തിരി എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊന്നും വേണ്ട, ഇത്തിരി മതി. എന്നിട്ട് നമ്മളിത് ചൂടാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഞാൻ പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഞാനിത് എടുത്തിട്ട് ജസ്റ്റ് ഉരലിലിട്ടിട്ട് പൊടിക്കാട്ടോ ചെയ്തേ, മിക്സിയിൽ ഇടാൻ നിന്നില്ല. അപ്പം നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പൊടി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ പൊടിയിലേക്ക് നമ്മൾ തക്കാളി നീര് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ജീരകമാണെങ്കിൽ ഇത്തിരി ബേണിങ് സെൻസേഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാക്കിയിട്ട് നിങ്ങൾ പേടിക്കോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് 1 മിനിറ്റ് നേരത്തേക്കുള്ള ഈ ബേണിങ് സെൻസേഷൻ പോലെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, പിന്നെ നോർമലാവും. അപ്പോൾ നമ്മൾ പിമ്പിൾസ് ഉള്ളപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും പിമ്പിൾസ് ഇല്ല, എന്നാലും ഇവിടെ ഒരു ചെറിയ പിമ്പിൾ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിമ്പിൾ ഉള്ളിടത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറേ തേച്ചിട്ട് കാര്യമില്ല. നല്ലപോലെ പിമ്പിൾ ഉള്ളിടത്ത് മാത്രം ജസ്റ്റ് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഞാൻ എന്തേ ഇപ്പൊ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ ഞാൻ നോക്കാണ്. ഇവിടെ ഒന്നും പിമ്പിൾസ് ഒന്നും ഇല്ല. എന്നിട്ടാണെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട്, ഇപ്പോൾ രാത്രി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കഴുകി കളയാം കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും കൊണ്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ എണീച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഇതാട്ടോ. അപ്പം ഇത് ചെയ്ത് നോക്കാം. എനിക്കിത് നല്ല ഒരു എഫക്റ്റീവായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാട്ടിത്തരണേ. അപ്പോൾ ഇത് സ്കിൻ ടൈപ്പിന് ഓരോ ഇതാവും. അപ്പം ഞാനാണെങ്കിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേസ് പാക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് വാഷോ അതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, ഇതിപ്പോൾ ഞാൻ കോസാറക്സിൻ്റെ സ്നെയിൽ പവർ മ്യൂസിൻ അത് അപ്ലൈ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ എനിക്ക് സ്കിന്നിന് കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ എൻ്റെ ആണെങ്കിൽ ഓയിലി സ്കിന്നും ടു സെൻസിറ്റീവ് ആണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് കുഴപ്പവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രായത്തിൽ ഒരു 16-17 വയസ്സ് പ്രായത്തിൽ എനിക്ക് മോക്കുരു വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അതേപോലെ ഇവൾക്ക് മുഖത്ത് മോക്കുരു അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ. എന്താ ചെയ്യണ്ടേ? ഡോക്ടറെ കാണിക്കും. ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുമ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ. അതൊന്നും അവൾക്ക് ടാറിട്ട പോലെയായിരുന്നു. ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ നിറച്ച് കുരുക്കളും കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനും. ഒരു ദിവസം പരട്ടിട്ട് മാറാണ്ടാവുമ്പോഴേക്കും അവളത് അയ്യോ ഇത് എൻ്റെ ഒന്നും പോണില്ലേ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. ഓൾറെഡി ഞാൻ എന്താ പറയാ, ഞാൻ കണ്ടത് ക്രീമുകളൊക്കെ തേച്ചിട്ടാണ് എനിക്ക് കുരു വന്നത്. എനിക്ക് നാച്ചുറലായിട്ട് കുരു വന്നതല്ല. ഞാൻ കണ്ട ക്രീംസും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ടീനേജ് അല്ല ചെറുപ്പത്തിൽ തേച്ചിട്ട്. പിന്നെ സ്നാക്സും അതൊക്കെ നന്നായി കഴിക്കും. അതൊക്കെ ഈ മോക്കുരു വരാനായിട്ട് അതൊക്കെ കഴിക്കുമ്പോൾ അതിലത്തെ എണ്ണ ഉള്ള കാരണമൊക്കെ നന്നായി മോക്കുരു വരും. അത് പരിപ്പോടോ ഇതോടെ അങ്ങനെയുള്ള സംഭവങ്ങൾ അവൾക്ക് വേണ്ടു. അപ്പൊ അതിൻ്റെ ഉണ്ട്, ഫുഡിൻ്റെ ഉണ്ട് കുറെയൊക്കെ. ഇപ്പോൾ മോക്കുരു വരുമ്പോൾ ഉള്ള വിഷമം പോലെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ അത് നോക്കില്ല. അവൾക്ക് എല്ലാം കഴിക്കണം. ഫുഡും വേണം, കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ പിമ്പിൾസ് ആണെങ്കിൽ പോണില്ല. അപ്പൊ ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പിക്സ് മെൻഷൻ ചെയ്ത് തരാട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഭയങ്കര സിവിയർ ആയിരുന്നു എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പിന്നെ വേറെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലും പിള്ളേർക്കും ഉള്ളത് കൊണ്ട് അവരും കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് മാത്രമല്ലല്ലോ, അവർക്കും ഉണ്ടല്ലോ പിമ്പിൾസ്. എനിക്ക് പക്ഷെ നല്ല രീതിയിൽ ഒരു +1 +2 ഒക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒക്കെ കറുത്ത് ആകെ ഇതായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, ചെലം വന്ന് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പിമ്പിൾസ് വന്നിട്ട് നിറച്ച് പാടുകളും ഇതായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ കുറെ സ്കിൻ കെയറും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ എനിക്ക് സ്കിൻ എനിക്കിപ്പോ എന്താ പറയാ ഇപ്പോഴത്തെ അവസ്ഥയിലായത്. അപ്പൊ ഞാനാണെങ്കിൽ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് ഞാൻ ഫേസ് പാക്കിന്റെ പകരം യൂസ് ചെയ്യായിരുന്നു. അത് ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ് നിറച്ച് പിമ്പിൾസും പാടുകളാലോ, ഒന്നില്ലെങ്കിൽ എന്താ പറയാ അവര് ഒരു വെജ് പീലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെജ് പീല് ചെയ്യുക, അതുപോലെ തന്നെ വെജ് പീലല്ലമ്മ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോ മാറി. പക്ഷെ ഫുഡ് കൺട്രോൾ ചെയ്യില്ലേ. പിന്നെയും ഈ കട്ട്ലേറ്റും ഈ പറഞ്ഞ പോലെ പരിപ്പുവട, ഉഴുന്നുവട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ വീണ്ടും അതൊക്കെ മാറി വന്നാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ മോക്കുരു വീണ്ടും വരും. അപ്പൊ വീണ്ടും വേറെ ഓരോന്ന് പരീക്ഷണങ്ങൾ. അങ്ങനെ കുറെ നാള് അത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവളുടെ മുഖത്തൊക്കെ കുറെ പിമ്പിൾസ് ഒക്കെ മാറി. ഇതിപ്പോ ഇപ്പൊ എന്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറി. ജസ്റ്റ് ഇവിടെ കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ എല്ലാ പാടുകൾ ഉണ്ടായിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നിറച്ച് പിമ്പിൾസും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയായി. ആ നിറച്ചിട്ടുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് കൺട്രോൾഡ് ആയിട്ട് ഇരുന്നത് ഇപ്പം എൻ്റെ സ്കിൻ കെയർ ജോണും അതൊക്കെ. പിന്നെ
ഈ സംഭവം ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 2 ആഴ്ച മുന്നേ എനിക്ക് പീരിയഡ്സ് ആയിട്ടാണോ എന്താണോ എന്ന് അറിയില്ല, ഒരു 2-3 പിമ്പിൾസ് അങ്ങോട്ട് വന്നു. നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീരകം പൊടിച്ചിട്ട് അതിൽ തക്കാളി നീര് തേച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നി. ആദ്യത്തെ യൂസിൽ തന്നെ നല്ല രീതിയിൽ അത് ചുങ്ങിയ പോലെ തോന്നി. പിന്നെ 2ാമത്തെ ദിവസമായപ്പോൾ നന്നായിട്ട് ചുങ്ങിയിട്ട് ഇത് നന്നായി ചുങ്ങി ഇതായി ഫുള്ളി പോയി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും നാളും ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇതാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ജീരകം തേച്ചപ്പോഴേക്കും മുഖത്തിലത്തെ ഇതൊക്കെ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണതിൻ്റെ ഒപ്പം ഇത് ജസ്റ്റ് എന്താ പറയുക പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ്ട് ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. സ്കിൻ കെയർ റുട്ടീൻ നമ്മൾക്ക് ഒരു ഇതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം. പ്രത്യേകിച്ച് വേറെ ചെലവൊന്നുമില്ല, നമ്മളിപ്പോ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കത് മാറും. ഇവൾക്കും നന്നായി എഫക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നേരത്തെ നമ്മൾ അറിഞ്ഞില്ലല്ലോ, പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ പോണേ കേട്ടോ. ചില മരുന്നുകളൊക്കെ പരറ്റി കഴിഞ്ഞിട്ട് മുഖക്കുരു മാറി കഴിഞ്ഞാൽ പക്ഷെ മുഖത്ത് ഇങ്ങനെ ടൈപ്പ് ഉണ്ട്, പൊളിഞ്ഞിങ്ങനെ പോണ പോലെ, പൊളിഞ്ഞു പോണ പോലെ, അങ്ങനത്തെ ഓരോ മരുന്നുകളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ മരുന്നുകൾ അപ്ലൈ ചെയ്യാണ്ടായിരുന്നു. ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് നിറച്ച് പിമ്പിൾസ് ആയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ നല്ല പിങ്ക് കളറാവും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി പറഞ്ഞു പോരുന്നതാണ്, ഭയങ്കര നല്ല രീതിയിൽ തൊലി പറഞ്ഞു പോയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് നമ്മള് ജസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടേഴ്സ് മരുന്നൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ പൈസ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാവും. ഫേസ് വാഷിന് ഒരു 1000-1500 രൂപ, പിന്നെ നമ്മളുടെ എന്നിട്ടാ ഓയിൽമെന്റിന് നല്ല റേറ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് ഡോക്ടറുടെ പ്രിസ്ക്രൈബ്. പക്ഷെ അത് ലോങ് ടേമിലാ മാറുള്ളൂ, പെട്ടെന്ന് ഒരാഴ്ച മാറൂ പറഞ്ഞാൽ മാറൊന്നുമില്ല. അത് കുറെ മരുന്നൊക്കെ പറ്റിയതൊക്കെ മാറിക്കഴിഞ്ഞാലും പിന്നീട് ഈ ഫുഡ് ഇതേപോലെ ഓരോന്ന് കഴിക്കുമ്പോ വീണ്ടും ഫുഡ് മാത്രല്ല നമ്മള് ആ ടീനേജ് സമയത്തും നമുക്ക് ആ സമയത്തും വരുന്നത് ഫുഡ് മാത്രം. ഞാൻ ഇപ്പൊ കൊറേ ഇപ്പൊ എന്നെ കണ്ടാലും അറിയില്ല, അത്ര വലിയ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എന്താ പറയാ ഓയിലുള്ള ഫുഡ് കഴിക്കുമ്പോ അതും വരും. പക്ഷെ പിന്നെ ടീനേജ് പ്രായത്തിന്റെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, പിമ്പിൾസ് വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4000-3000 രൂപ ചെലവാവുന്നതാണ് പണി. അപ്പോൾ പിന്നെ എന്താ പറയാ, എന്നിട്ടും പിമ്പിൾസും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഓരോ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ചെറുപയറ് പൊടി, അതുപോലെ തന്നെ കടലമാവ്. ഇത് ഡ്രൈ സ്കിന്നായവർക്ക് കടലമാവ് ഒന്നും കുറേ നേരം വെച്ചിരുന്നാൽ ഇത്രയും കൂടി ഡ്രൈ ആവുള്ളൂ. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ കടലമാവ് ഒക്കെ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല ഫേസ് വാഷ് ഇട്ട പോലെ തന്നെയായിരുന്നു ഞാൻ അതേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഞാൻ ഫേസ് വാഷാണ് യൂസ് ചെയ്യണത്, കാരണം നമുക്ക് യൂസ് ചെയ്യാനുള്ള പരിമിതികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ വാവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതാക്കാനും ഒന്നും നമുക്ക് അധികം സമയമില്ല. അപ്പം നമ്മൾ വേഗം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണതാണ്. അപ്പം ഞാനൊക്കെ വീട്ടിലുള്ള സമയത്ത് ചെയ്യണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കടലമാവും അതുപോലെ തന്നെ ചെറുപയറ് പൊടിയൊക്കെ ആയിരുന്നു മുഖത്ത് യൂസ് ചെയ്യണ്ടായിരുന്നത്. കടലമാവും തൈരും കൂടിയിട്ട്. അപ്പൊ തൈര് ചിലർക്ക് വീണ്ടും അല്ല, കടലമാവും തൈരും ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നത് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഫേസ് വാഷിന്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്, ഫേസ് വാഷിന്റെ കാര്യമാണ് അത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടലമാവും തൈരും അമ്മയുടെ ആർക്കോ തേച്ചിട്ട് ഭയങ്കര പണി. എനിക്ക് പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കടലമാവും തൈരും ഇതാക്കിയപ്പോൾ എനിക്ക് ടാനും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഓരോരുത്തരുടെ സ്കിൻ ടോണിനനുസരിച്ച് ഓരോന്ന് സ്യൂട്ടബിൾ ആവുള്ള ഓരോരുത്തർക്ക്. എനിക്ക് എന്താ പറയാ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ തക്കാളി ഡയറക്റ്റ്ലി എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. നീര് യൂസ് ചെയ്ത കുഴപ്പമില്ല, തക്കാളിയുടെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ എന്താ പറയുക ജീരകവും തക്കാളിയുടെ നീരാണ്. അപ്പോൾ തക്കാളി നമ്മൾ ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തോന്നി. പിന്നെ വേറെ എന്താ ഞാൻ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളസിയുടെ ഇത് അരച്ചിട്ട് തേക്കായിരുന്നു. അതും എനിക്ക് നല്ല രീതിയിൽ
എന്താ പറയുക പിമ്പിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീരകത്തിന്റെ അത്ര വരില്ല. ജീരകം ഒരു കിടിലൻ സംഭവം കേട്ടോ, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വന്ന ഒരു സംഭവമാണ്. ഏറ്റവും പുതിയതായിട്ട് അവർക്ക് ഇപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം, അധികം ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇപ്പൊ. പിന്നെ പിമ്പിൾസ് വരാൻ വേറൊരു ചാൻസ് കൂടുതലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലയിൽ താരനുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളും. ഇപ്പൊ എന്റെ തലയിൽ താരനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് തലയിൽ നിറച്ച് താരനായിരുന്നു. ഈ താരൻ ഇവിടെ എന്താ പറയാ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ കുരുക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കലായിരുന്നു പണി. അപ്പോൾ അതിന് ഡോക്ടറെ വേണ്ടിയിട്ട് കാണലും കാര്യങ്ങളും, അപ്പൊ അതിന് ഒരു സ്കാൽപ്പിനുള്ള ഷാമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പൈസ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വീട്ടിൽ എന്തുവാ ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ സബോളയില്ലേ, സബോള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചെറുള്ളിയാണ്. അപ്പൊ ചെറുള്ളി ഇല്ലെങ്കിൽ ഞങ്ങള് സബോള എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. അതിന്റെ നീര് അരിക്കണം, അരിച്ചിട്ട് അതിന്റെ നീര് തലയിൽ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ തലയിലത്തെ താരനൊക്കെ ഫുള്ള് മാറും. അതൊരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് തലയിലത്തെ താരം മാറും. അല്ലാണ്ട് ഈ ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചാലും അത് സ്കാൾപ്പ് നല്ല ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ അതല്ല, അത് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോവും, പിന്നെ വീണ്ടും അത് വരും. ഇത് ഇപ്പൊ ഇങ്ങനെ ഉള്ളിയുടെ ഇത് നീര് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും, മുടി നന്നായി വളരാനും എല്ലാത്തിനും നല്ലത്. അപ്പൊ ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്തു. അപ്പൊ തലയിലത്തെ താരനൊക്കെ ഫുള്ള്, ഇപ്പൊ എന്റെ തലയിൽ തീരെ താരനും ഇല്ല, മുടിക്ക് കൊഴിച്ചിലും കുറഞ്ഞു, മുടി നന്നായി ഉള്ളിൽ വളരുന്നുണ്ട്. അപ്പൊ ഉള്ളിയുടെ നീര് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വേറെ ചെലവില്ലേ. ഷാമ്പൂവിന്റെ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ ഷാമ്പൂ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ തന്നെയാണ്. പക്ഷെ അത് വീണ്ടും ഷാമ്പൂവും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അമ്മ ഇങ്ങനെ ഷാമ്പൂസും കാര്യങ്ങളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ഉള്ളിയുടെ നീര്. പക്ഷെ അതൊന്നും നമുക്ക് പെട്ടെന്ന് പുറത്തു പോകുമ്പോ നമുക്കത് യൂസ് ചെയ്യണ കാര്യം പറ്റണതല്ലോ. അതുകൊണ്ട് ഷാമ്പൂവിനെ ഞാൻ കുറ്റമൊന്നും പറയണില്ല. ഷാമ്പൂ നല്ലത് തന്നെയാണ്. പക്ഷെ അത് പിന്നെയും കുറെ കഴിയുമ്പോ വീണ്ടും വരും. അപ്പൊ വീണ്ടും ഇത് പറിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോട്ടോ. ഡോക്ടറിന്റെ ആ മറ്റേ ഷാമ്പൂ നല്ല ഷാമ്പൂ ആയിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കാൽപ്പ് ഡ്രൈ ആവുമായിരുന്നു. സ്കാൾപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആയി പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അത് നല്ല ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ ചെറുള്ളിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയും മുട്ടയുടെ വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ സോഫ്റ്റ് ആവാനും, അതിന്റെ ഞാൻ ഒരു വീഡിയോ ഞാൻ കാട്ടിത്തരാം കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ ബാത്ത് ടബിള് എനിക്ക് പറ്റാൻ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാണ് ബാത്ത് ടബിൽ എന്നിട്ട് അത് ചെയ്യണത്. അത് നല്ല സൂപ്പർ സിൽക്കി മാറും. ഇപ്പോഴും ഹെയർ നല്ല മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ട് നമുക്ക് നല്ല സിൽക്കി തന്നെയായിട്ടാണ് ഇരിക്കണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നല്ലതാണ്. അപ്പൊ നമ്മള് ഈ പിമ്പിൾസ് മാത്രം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡും കൂടി കൺട്രോൾ ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഫുഡ് ഓയിൽ കൂടുതലുള്ള ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ തീറ്റ കുറയ്ക്കണം എന്നല്ല, ഓയിലുള്ള നല്ല എന്താ പറയാ വറവ് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാം. അപ്പൊ തന്നെ നല്ല രീതിയിൽ നമുക്ക് പിമ്പിൾസ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. വെള്ളം ധാരാളം കുടിക്കാം. പിന്നെ ഇന്നാള് ഇതിൽ പറയുന്ന കേട്ടു, ഓരോ മൂക്കുര് വരുമ്പോ അത് പേസ്റ്റ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇവളങ്ങനെ ഞാൻ നോക്കുമ്പോഴേ പറ്റിട്ട്, പക്ഷെ നോക്കുമ്പോ പിറ്റേ ദിവസം നോക്കുമ്പോ മൂക്കുര് പോയിണ്ടോ, പക്ഷെ അവിടെ ഒരു പാട് പോലെ പാടല്ല, അത് യൂസ് ചെയ്ത് പൊള്ളു നമുക്ക്. അത് ആരും യൂസ് ചെയ്തിട്ടോ. ഞാൻ ഇവളോട് പറയുമ്പോ ഇവള് പറയാ അതങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്തെടുക്കണെന്ന് അറിയാം, മൂക്കുര് പോകാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തെടുക്കണത്. പക്ഷെ ഇപ്പൊക്കെ പോയി, അത് കൊറേയൊക്കെ ചെയ്ത് ഇപ്പൊ ഞാനൊരു സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ചെയ്തത് മുഖം നിറച്ച് കുരു വരുമ്പോ ടെൻഷനും എന്തിട്ടൊക്കെയാ ചെയ്യണ്ട, ഒക്കെ വാരി വലിച്ച് മുഖത്ത് ഓരോന്നിടും. അത് കഴിയുമ്പോ അത് കൈകളയും വീണ്ടും ഓരോന്ന് ചെയ്യും. പിന്നെ കുറെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങും, കുറെ ചെയ്തിട്ടുണ്ട്. അത് ആ പ്രായത്തിന്റെ ആയിരിക്കും, അതൊക്കെ ഒരു സമയത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ മുഖം നന്നായി അവള് കെയർ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പൊ മുഖം കഴുകി വൃത്തിയാക്കും. പണ്ട് മുഖത്ത് ക്രീമുകളൊക്കെ വെച്ച് അങ്ങനെ കിടന്നുറങ്ങും. ഇപ്പൊ എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ മുഖം കഴുകും, ഇടയ്ക്കിടയ്ക്ക് കഴുകും. വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ ഒരു മേക്കപ്പും ഇല്ല, ഒന്നും ചെയ്യില്ല അവള്. മുഖത്തൊരു ക്രീമോ പോലും ഇടില്ല. ചെയ്യും. അതല്ലാണ്ട് വേറെ ഓരോന്ന് ഇപ്പൊ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, വെളുക്കാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ തേക്കില്. ഇപ്പൊ അതൊന്നും ഇല്ല. മുഖം ഇപ്പൊ അവള് സാധാരണ ചെയ്യാറുള്ള എന്തോ ഒരു ക്രീം ഇടും, മുഖം കഴുകി വാഷ് ചെയ്ത് മുഖം വാഷ് ചെയ്ത് മുഖം തുടച്ചിട്ട് അത് ക്രീം ഇടും. അല്ലാണ്ട് വേറെ ഒന്നും ക്രീമല്ല, സിറമാണ്.
ഗ്ലൂട്ടാത്തയോണും അതുപോലെ തന്നെ അങ്ങനെയുള്ളത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സിറം ഉണ്ട്, അത് മാത്രമാണ്. അതും പിന്നെ കോസറാക്സിന്റെ സംഭവങ്ങളൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വേറെ കണ്ണി കണ്ടതും അതും ഇതും എന്ന് പറഞ്ഞിട്ട് പണ്ട് റൂഷ് ഇടല് അത് ഇടല് ഭയങ്കര മേക്കപ്പിന്റെ ഭ്രമായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങനെ വല്ല ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം അത്യാവശ്യം ഇടുള്ളൂ, അല്ലാത്ത സാധാരണ സ്കിൻ റുട്ടീൻ അവള് ചെയ്യണത്. അത് ഞാൻ പറഞ്ഞിടയിൽ അമ്മ പറഞ്ഞോണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്റെ ലോങ് വീഡിയോ ഞാൻ എന്റെ മൂക്കുരു മാറാനുള്ളതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്റെ സ്കിൻ റുട്ടീൻ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എങ്ങനെ കാര്യങ്ങളും. അതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. മീൻസ് കമ്പൾസറി ആയിട്ട് പറയല്ല, അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നല്ല രീതിയിൽ പിമ്പിൾസ് പോകും. ഇതെനിക്ക് ഒരു 2 പിമ്പിളോ വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 ദിവസം പോകാൻ വേണ്ടിയിട്ട് ഈ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ചെയ്യണത് അത് അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ജീരകത്തിന്റെ സംഭവം ഇതാക്കിയേക്കണേ. അപ്പൊ നല്ല രീതിയിൽ മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അത് ഭയങ്കര ഞാൻ ഓരോ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടോ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. സ്കിന്ന് നന്നായി കെയർ ചെയ്യുന്നുണ്ട്. സ്കിന്നിപ്പൊ ഞാൻ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. എന്റെ കൈന്റെ കളറും മുഖത്തിന്റെ കളറും, കൈയാണ് കൂടുതൽ കളറുണ്ടായിരുന്നു മുഖത്തിനെ കാട്ടും. ഇപ്പൊ ഞാൻ ഏകദേശം മുഖത്തിന് ഞാൻ അതുപോലെ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അലോവേറ ജെൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന സംഭവമല്ലോ, അതും നല്ലതാട്ടോ. പിന്നെ ഇവൾക്കാണെങ്കിൽ ഇവിടെ ഹസ്ബൻഡ് നല്ല കളറാ. അപ്പൊ എപ്പോഴും ഇവള് നോക്കിയിട്ട് പറയാ, എപ്പോഴും കൈയൊക്കെ വെച്ച് നോക്കിയിട്ട് അവളെ കളറ്, ഇവളെ കൈയൊക്കെ രണ്ടാളെ ഏകദേശം ഒരേപോലെ. മുഖത്തിന് എനിക്ക് ആള് നല്ല കളറാ. അവള് മുഖത്തിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അവള് ഇത്തിരി കുറവാ. അപ്പൊ അവള് കോമ്പറ്റീഷനാ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒപ്പം. പക്ഷെ കളറിലൊന്നും ഒരു കാര്യം ഇരിക്കണില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏട്ടനെ വെറുതെ ഇതാക്കാൻ വേണ്ടിട്ട് കളറിലൊന്നും ശരിക്കും വലിയ, പക്ഷെ നമുക്കൊരു എനിക്കിങ്ങനെ ഭയങ്കര വെളുത്തിട്ട് പാറ അങ്ങനെ ഒന്നല്ല ഇഷ്ടം. ക്ലീൻ ആയിട്ടുള്ള എനിക്ക് ജസ്റ്റ് ഒന്ന് നല്ല ക്ലീൻ ആയിട്ട് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഗ്ലോ ആയിട്ടിരിക്കുക. എനിക്ക് അങ്ങനത്തെ സ്കിന്നാ വേണ്ടല്ലാണ്ട് കൊറേ വെളുത്തിട്ട്. ഇതിപ്പോ അമ്മ തന്നെ ഗ്ലൂട്ടാത്തോയോൺ കഴിച്ചിട്ടാണ് അമ്മ ഇപ്പൊ വെളുത്തിരിക്കണേ. അല്ല, എന്റെ മുഖത്ത് ഈ പറഞ്ഞ പോലെ മോക്കുരൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്ലൂട്ടോത്താൻ കിട്ടിയപ്പോ കഴിച്ചു നോക്കിയപ്പോ നല്ല എഫക്റ്റ് ആയിട്ടുണ്ട്. അത് വെളുക്കാൻ വേണ്ടിട്ട് ഒരു ഗ്ലോ കിട്ടിയ ഫേസിന് ഇപ്പൊ അമ്മ എന്നെ കാട്ടും വെളുത്തിരിക്കണേ. അതല്ല, പിന്നെ വേറെ ഒന്ന് എഫോർട്ട് ഒന്നും എടുക്കണ്ട. വെറുതെ ആ ഇത് ഗുളിക എടുത്തിട്ട് ആ ടാബ്ലറ്റ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുടിക്കാൻ അത് കാരണം ഞാനത് ചെയ്തു. അല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ അധികം വ്യത്യാസം. എന്റെ മുഖമൊക്കെ ഇങ്ങനെ നല്ല, അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ മോക്കുരൊന്നും ഇല്ലാത്ത മുഖം ക്ലീൻ തന്നെയാണ്. അപ്പൊ ഇത്തിരി കൂടി ഒരു തിളക്കം കിട്ടിയല്ലാണ്ട് ഭയങ്കര വെളുപ്പായി വെളുത്തിട്ട് പാറൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ എന്താ പറയാ, ഫേസ് അമ്മയ്ക്ക് നല്ല സ്കിന്നിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലൊക്കെ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അമ്മയ്ക്ക് നല്ല ഗ്ലോ കിട്ടിയിട്ട് എനിക്ക് കഴിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കാണെങ്കിൽ സംഭവം കഴിക്കാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്കൊന്നും കൊടുക്കില്ല, ഞാനത് എടുത്തിട്ട് ഞാനത് കഴിക്കായിരുന്നു. പിന്നെ 2 സംഭവം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാൻ പാടില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിക്കാത്ത. അത് അമ്മയ്ക്ക് കൊടുത്തു, ഞാനിതും കഴിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. അപ്പൊ അതാണ് എന്താ പറയാ, സ്കിൻ വൈറ്റനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും ചെയ്യണം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് അതിന്റെ റിവ്യൂ ഞാൻ തരാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാന്ന് വെച്ചിട്ടോ. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കുറച്ച് നാള് അമ്മയുടെ തന്നെ ഇപ്പൊ ഒരു 10-11 വീഡിയോ എടുക്കണ സമയത്ത് 11 ദിവസം എന്ന് പറഞ്ഞ അമ്മയുടെ കോഴ്സ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇട്ട സമയത്താണെങ്കിൽ അമ്മയുടെ അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴാണെങ്കിൽ 11 ദിവസമാണ് കഴിച്ചതെന്നാണ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതും അതെ, ഞാനിപ്പോ കുറച്ച് നാളുകളായി ഇത് യൂസ് ചെയ്യണേ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ പിന്നെ സിറം ഞാൻ ഇടയ്ക്ക് പക്ഷെ അത് നല്ല എഫക്റ്റീവ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ എത്ര നാളെ കൺസിസ്റ്റൻസി മുഖത്ത് നല്ലതായിട്ട് എന്താ ഇങ്ങനെ നന്നായി ഒട്ടിയിരിക്കുന്ന പോലെ മുഖത്ത് ഇങ്ങനെ അല്ല, ഒട്ടിയിരിക്കാൻ മീൻസ് മുഖത്തിന് വേറെ എന്തോ ഒരു യൂസ് ചെയ്ത പോലെ തോന്നില്ല. മുഖത്തിന്റെ നാച്ചുറലായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇട്ടെന്ന് തോന്നില്ല, നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും. എനിക്കത് കാരണം ഇഷ്ടമായി. ഇപ്പൊ ഞാൻ എന്റെ മുഖത്ത് തൊട്ടപ്പോഴാണ് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാൻ വന്നേ. ഈ മുഖത്ത് ഈ പിമ്പിൾസ് ഉള്ള സമയത്ത് കൈകൊണ്ട് പൊട്ടിക്കല് എനിക്കുള്ള മെയിൻ ഹോബിയാണ്. കൈകൊണ്ട് ഇത് പൊട്ടിക്കുക, എന്നിട്ട് ആ ഇത് വരുന്നത് പസ് വരുന്നത് അപ്പൊ വേറെ സ്പ്രെഡ് ആവും, വേറെ കുരുക്കൾ വരും. അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പരമാവധി നമ്മള് മുഖത്ത് കൈകൊണ്ട് ഇങ്ങനെ തൊടാണ്ടിരിക്കുക, അതിങ്ങനെ സ്പ്രെഡ് ആക്കാണ്ടിരിക്കുക. പിന്നെ പിമ്പിൾ പാച്ചസ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ലതാട്ടോ. വലിയ വലിയ ചക്ക പോലത്തെ കുരുവരനെ പിമ്പിൾ പാച്ചസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവാണ്ടിരിക്കും. അതൊക്കെ ഞാൻ വെക്കാറുണ്ട്. അപ്പൊ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ തൈരും അതുപോലെ തന്നെ ചെറുപയർ പൊടിയല്ല,
അയ്യോ കടലപ്പൊടി കടലമാവും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ടാനും കാര്യങ്ങളൊക്കെ പോകാൻ അതും നല്ല സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ചെയ്യാനുള്ള നല്ല ഹെൽപ്പ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ പിമ്പിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ചെയ്തിട്ട് അതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. എപ്പോഴും ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും മേടിക്കണം എന്നില്ല. നമുക്ക് എന്താ പറയാ ചില പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് മേടിച്ചിരിക്കാൻ തന്നെയാണ് നല്ലത്. കോസ്റെക്സിന്റെയും അതിന്റെ ഒക്കെ നല്ല പ്രൊഡക്ട്സ് ആണ്. ഔട്ട്ഷൈൻ സിറം ചിന്നുവിനെ പണ്ട് ഒരു 17 വയസ്സിലൊക്കെ ഉള്ള മുഖത്തുണ്ടായിരുന്ന കുരുയൊക്കെ ഇട്ട് നിറച്ച്. അപ്പൊ ഞാൻ അല്ല പഠിച്ചിരുന്നു ഇവിടെ, ഞാൻ വർക്ക് ചെയ്തിരുന്നു സ്കൂളിലായിരുന്നു ഇവിടെ പഠിച്ചിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു PT സാറുണ്ട്. ആ സാറ് കണ്ടപ്പോ പറഞ്ഞു, ടീച്ചറെ മോളുടെ മുഖത്ത് ഇങ്ങനെ നിറച്ച്. ഇവളാണെങ്കിൽ അന്ന് സ്പോർട്സിനൊക്കെ പങ്കെടുത്തിട്ട് വെയിലത്തോടി നടന്നിട്ട് ഈ കുരും ഇതും കൂടെ എന്നോട് കണ്ടിട്ട് പറയാ, എങ്ങനെയും ഞാൻ ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാലും ഈ വെയിലും കൂടി കൊണ്ടപ്പോഴേ മുഖമൊക്കെ അങ്ങോട്ട് ആകെ കരുവാളിച്ചു. അപ്പം എന്നോട് പറയാം, നല്ല ഭംഗിയുള്ളൊരു മോൾ, അവളുടെ മുഖമൊക്കെ നോക്കി ആകെതായിട്ട് ടീച്ചർ എങ്ങനെയാണ് ഡോക്ടറെ കണ്ടോളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് സാറേ, ഇവിടെ ഈ വെയിലത്ത് നടന്നിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് കാണുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ കാണുമ്പോ ആ മുഖത്തിന്റെ ആ ഒരു പിടിയില് അതന്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയില് ഞാൻ എന്നോട് കുറെ പേര് എന്താണ് ഞാൻ ചെയ്തേക്കണേന്നൊക്കെ പ്ലസ് 2 പഠിക്കുമ്പോ ആ ഒരു വർഷം മാത്രം, ആ 2 വർഷത്തില് മാത്രം, അത് സെക്കൻഡ് ഇയർ ആയപ്പോഴായിരുന്നു അങ്ങനെ. അത് കഴിഞ്ഞപ്പോ പിന്നെ മുഖമൊക്കെ ശരിയായി. അപ്പോ അതിനേക്കാൾ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി ഇപ്പൊ കാണുമ്പോ മുഖം. ഇനിയിപ്പോ നന്നായി കെയർ ചെയ്യും വേണം. അതല്ല, ഇനി അത് കെയർ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്കിന്ന് അങ്ങനെ നിന്നോളൂ. ഇനിയിപ്പോ ക്ലിയർ ആയെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. ആ സാർ എന്നോടും പറയാറുണ്ട്, ഇവിടെ എന്ത് ടാറിട്ട് വെച്ചേക്കാണോ, പിന്നെ നീ 2 മൂക്ക് കുത്തിയിട്ടുണ്ടോന്ന്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിള് മൂക്കുമ്പോ വന്നിട്ടേ അപ്പൊ എനിക്ക് ഞാൻ ചിരിച്ചു കാട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം. ഇപ്പൊ എനിക്ക് നല്ല ഇപ്പോഴും ഞാൻ പറയാം, എന്റെ പെർഫെക്റ്റ് സ്കിന്നും അല്ലാണ്ട് ഒരു പിമ്പിള് പോലും ഇല്ലാണ്ട് ഫുള്ള് വെളുത്തിട്ട് പാറ അല്ലെങ്കിൽ ഫുള്ള് ക്ലീൻ ആയിട്ട് ഇരിക്കൊന്നല്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സാറങ്ങനെ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ പ്ലസ് 1 പഠിക്കുമ്പോൾ അവളുടെ മുഖത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കാണ് ആ വെയിലത്ത് കളിക്കാനും ഇതിനൊക്കെ പോയിട്ട് ആകെ മുഖം. അപ്പൊ അവർക്ക് തന്നെ കാണുമ്പോൾ വരുമ്പോ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെയായിന്ന് അവർക്ക് തന്നെ കൺഫ്യൂഷൻ. അല്ല, ആകെ വിഷമമായിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് ഇവിടെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. അല്ല, കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആളെന്നോട് ഇങ്ങനെ പറഞ്ഞതാണ്. നിറച്ച് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമയമായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഇതാക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണ് എന്റെ മുഖത്ത് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സിനും കൂടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, അവർക്കും ഫേസിൽ ഇതുപോലെ തന്നെയാണല്ലോ നിറച്ച് പിമ്പിൾസും. അത് ആ ടീനേജ് സമയത്ത് എല്ലാവർക്കും അതുപോലെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോരുത്തർ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോസ് ആയി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.